വീട്ടിലടക്കം 12 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ അത് 5ാമത്തെ മണിക്കൂറിലേക്ക് എത്തുകയാണ്. പിണറായിയുടെ വീടിന് മുൻപിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആന്ത സഖാക്കളെ, നിങ്ങളല്ല പറയല് പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നാണ് പേടിക്കേണ്ടത്, ഭരണപക്ഷത്തിരിക്കുന്ന CPM-നല്ല പേടിക്കേണ്ടതെന്നില്ലേ? ആന്തേ ഇപ്പം എന്താ നിങ്ങൾക്ക് മുട്ടു ഉറക്കുണ്ടോ? എന്താ റെയ്ഡ് ചെയ്ത് പോട്ടോലേ? എന്തിനങ്ങൾ ഇത്ര ഭയപ്പാടോടുകൂടി എന്തിനങ്ങൾ എല്ലാവരും പോണ നിരത്തിലിറങ്ങിയിരിക്കുന്നത്? റെയ്ഡുകൾ ഇതിൻ്റെ മുമ്പും പല നേതാക്കന്മാർക്കെതിരെ നടന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങളെ ഒത്താശയോട് കൂടിയിട്ട് അല്ലേ? ഈ ഒരു നല്ല ദിവസമൊന്നും വേണ്ടാന്ന് എഴുതിയാണ് വെച്ചായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കണേ നമ്മൾ. ഇവിടെ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണം ഉണ്ടെങ്കിൽ കുട്ടിയെ എല്ലാം നടക്കുള്ളൂ, മനസ്സിലായില്ലേ? അതൊക്കെ തന്നെ നിങ്ങളും നടത്തിയിട്ടുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളൊരു ഒലക്കിയില്ല. ഇന്നലെയൊക്കെ കണ്ടില്ലേ തൂറി വൈകുന്നത്, നിങ്ങൾ അടിയട് കിട്ടിയിട്ട് നേതാക്കന്മാർ. അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും, എല്ലാ അവസ്ഥകളും അങ്ങനെ തന്നെ. ഭരണം ആരെടുത്തുണ്ടോ ഓലപ്പം ഉണ്ടാവും. പോലീസായാലും പട്ടാളായാലും ഓഫീസർമാരായാലും എല്ലാം കണക്കാണ് ആ കാര്യത്തിൽ നിന്ന്. അത് കണ്ടിട്ട് നെളിയാൻ നിൽക്കരുത്. നിങ്ങൾ കുറച്ച് 10 കൊല്ലങ്ങൾ നെളിഞ്ഞിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല നമ്മൾ, അതിനെ എതിർത്തായിട്ടല്ല പറയുന്നത്. ഇതൊക്കെ അനുഭവത്തിൽ വരുമ്പോഴേ മനസ്സിലാക്കുള്ളൂ. ഈ BJP ആയാലും RSS ആയാലും ഓല അടുപ്പിക്കാൻ പറ്റാത്തവരാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്. ഓലെന്ത് നിങ്ങളൊപ്പം ഉണ്ടാവും, നാളെ മറ്റോലപ്പം ഉണ്ടാവും, മനസ്സിലായില്ലേ? ഓല അധികാരം ലോളപ്പാണ് ഉണ്ടാകുക എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. അപ്പോൾ നിങ്ങൾ 10 വർഷങ്ങളെ അധികാരത്തിലിരുന്ന് നിങ്ങൾ ചെയ്തതൊക്കെ ഈ അധികാരത്തിൽ നിങ്ങൾ ഇറങ്ങിയ ദിവസം മുതൽ നിങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പലതോലിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇനി നിങ്ങളെ കൊണ്ടൊരു ഉപകാരമില്ല എന്ന് തോന്നിയോണ്ടാണല്ലോ നിങ്ങളെ വേട്ടയാടാൻ ഇറങ്ങിയിട്ടില്ലത്. അങ്ങനത്തെ നിങ്ങൾ വിലയൊക്കെ കൂട്ടുപിടിച്ചിട്ട് കുറച്ച് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ പല നേതാക്കന്മാർ, UDF-ൻ്റെ ഒക്കെ. ഷാജി സാഹിബിനൊക്കെ നിങ്ങളൊക്കെ ചിരിക്കുന്നതിലെന്ന്. നിങ്ങൾ നേതാക്കന്മാർക്കെതിരെ വന്നപ്പോൾ എന്താ നിങ്ങൾ റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്? മടിയിൽ കനലാത്താണ്, എന്തിനെ പേടിക്കുന്നു? ധൈര്യമായിട്ട് നേരിട്, ഓല അന്വേഷിച്ച് പോട്ടെ. എന്തിനാ പേടിക്കുന്നത്? നിങ്ങളെ നാടകങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ BJP സർക്കാർ പോലെ അധികാരം വെച്ചിട്ട് എന്തെല്ലാം തോന്നിയാസങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ കാലത്തിലടക്കം ഒരു ഭരണത്തിൽ കയറിയിട്ട് എത്ര ആളുകളെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകളെ അവർ ഇതാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കലും സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇടിനെ വിടുക. അങ്ങനെയല്ലേ ഇവിടെ നടന്നിട്ടുള്ളത്? എത്ര സിനിമാ നടന്മാർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ. ഇങ്ങൾക്കെതിരെ വരാത്ത നിങ്ങൾ 10 കൊല്ലം നിങ്ങൾ ഭരണത്തിൽ നിങ്ങൾ ഓൽക്ക് വേണ്ട ചെയ്തു കൊടുക്കുന്നു. അതാണ് നിങ്ങൾക്ക് അനുഭവമില്ലാത്തത്, മനസ്സിലായില്ലേ? അധികാരത്തിൽ നിങ്ങൾ ഇറങ്ങി, നിങ്ങൾ ഇത് തുടങ്ങിയില്ലേ, നിങ്ങൾ ചെയ്തു കൊടുത്തു.